ഹലോ. ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ, മമ്മി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഫുഡ് തരാനില്ല. ഞാനങ്ങ് ദുബായിലെത്തിയല്ലോ. അപ്പോൾ എന്തെങ്കിലും തിന്നണമെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. ആദ്യത്തെ ട്രാൻസിഷനിലൊന്നും വർക്കായില്ല. അപ്പോൾ അതേ കഷ്ടപ്പെട്ടിരുന്നരിയണു. എൻ്റെ ഇന്നത്തെ ലക്ഷ്യം ഒരു സാലഡ് ഉണ്ടാക്കലാണ്. ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു. ഇപ്പം എന്താണാവോ കുറേ ടൈം എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. സംഭവം കുറച്ച് ഓണിയൻ എടുക്കുക, കുറച്ച് ടൊമാറ്റോ എടുക്കുക, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുക്കുംബറായിരുന്നു, ഒക്കെ അങ്ങോട്ട് അരിയുക. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദിസ് മൊമെൻറ്റ് യു ഗൈസ് ഐ നോ. ആൻഡ് അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുക്ക് ചെയ്താലേ നമുക്ക് തിന്നാൻ പറ്റൂ. അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യണമെങ്കിൽ മുടിഞ്ഞ പൈസയാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ ആവാറായിട്ടില്ല. വലിയ കുഴപ്പമില്ല. ഒരു ചെറിയൊരു മുറിവാണ്, പിന്നെ അഡ്ജസ്റ്റബിൾ. ആൻഡ് പിന്നെ മനസ്സിലായി കത്തിയുടെ പ്രശ്നമാണ്. കത്തി അങ്ങോട്ട് മാറ്റിയപ്പോൾ സംഭവം അങ്ങോട്ട് ഉഷാറായി. പേടിക്കണ്ട, പിന്നെ മുറിഞ്ഞൊന്നുമില്ല. ഇല്ല, ഡാഡീസ് ലിറ്റിൽ പ്രിൻസ് കളിച്ചിരിക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ. പിന്നെന്താ, ഇതൊക്കെ ഇങ്ങനെ വെട്ടിരിക്കുക, പാത്രത്തിലിടാം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഈ സ്പീഡ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 2 തന്നെ ഇടണം. ആൻഡ് ഫൈനലി ദ ട്രാൻസിഷൻ ഈസ് റെഡി. നമ്മളൊരു ബൗളിലേക്ക് അത് മിക്സ് ചെയ്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ഞാനിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് ടൊമാറ്റോയും മയോണൈസും ആണ്. കെച്ചപ്പും മയോണൈസും ആഡ് ചെയ്യുക. ആവശ്യത്തിന് അങ്ങോട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അതൊക്കെ അവരവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് തോന്നുന്നു. ഇതിനങ്ങനെ ഒരു പ്രത്യേക നിയമവും കാര്യങ്ങളില്ല. അങ്ങനെയാണല്ലോ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ തന്നെ. പിന്നെ ഞാനിത് തന്നെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു. സോ ചപ്പാത്തിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഹലോ. And your mummy, see your little girl is doing all this all by herself. കൊള്ളാല്ലേ. ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ നിൽക്കുന്നത്. എനിക്ക് റൂംമേറ്റും കൂടി ഉണ്ട്. ആൻഡ് ബാക്കി എല്ലാ ദിവസവും അവൾ കുക്ക് ചെയ്യും. ഇന്ന് ഞാൻ കുക്ക് ചെയ്യും. കുഴപ്പമില്ല, ഒപ്പിക്കാം. ഓക്കെ, ബൈ ബൈ ഗൈസ്.